ഇന്ന് നമുക്ക് 2025 റിലീസായ കോൺസ്റ്റബിൾ എന്ന സസ്പെൻസ് ത്രില്ലർ തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, പാൽ വിൽക്കുവാനായി പോയ പെൺകുട്ടി തിരികെ വീട്ടിൽ വന്നില്ല. കംപ്ലൈന്റ് കൊടുക്കുവാനായിട്ട് വന്ന അച്ഛനോട് പെൺകുട്ടി ആരോടെങ്കിലും ഒളിച്ചോടി പോയതാകുമെന്ന് ഇൻസ്പെക്ടർ പറയുന്നു. കേസും എടുത്തില്ല. എന്നാൽ അത് കാണുന്ന നായകന് സഹതാപം തോന്നുകയും ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയാതെ തനിക്കൊന്നും ചെയ്യാനാകില്ലല്ലോ എന്ന സങ്കടവും ഉണ്ടാകുന്നു. എന്നാൽ നായകന്റെ ചേച്ചിയുടെ മകളും കാണാതെ പോവുകയാണ്. ഒരു പാർട്ടിക്ക് പോയതാ, പക്ഷേ ആ പെൺകുട്ടി തിരികെ വന്നില്ല. അതോടുകൂടി തുടരെ തുടരെ ആ ഗ്രാമത്തിൽ ഒരു പ്രത്യേക കോളേജിൽ പഠിക്കുന്ന ഒരേ ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാം കാണാതെ പോകുന്നു. അവരുടെ ഡെഡ് ബോഡികളെല്ലാം ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തുകയാണ്. അതും മാസ്ക് ധരിച്ചതുപോലെയാണ് പെൺകുട്ടികളുടെ ഡെഡ് ബോഡി എല്ലാം കിട്ടുന്നതും. കൊലയാളി തന്റെ ഇരകളുടെ മുഖമൊക്കെ നശിപ്പിച്ച് ജീവനോടെ തന്നെ അവരെ ക്രൂരമായി ടോർച്ചർ ചെയ്ത് കൊന്നതിനു ശേഷമാണ് ഡെഡ് ബോഡി ഉപേക്ഷിക്കാറുള്ളത്. ആരായിരിക്കാം ഇതിനു പിന്നില്? എന്തായിരിക്കാം ആ കോളേജിലുള്ള പിള്ളേരോട് മാത്രം ഇത്രയും പ്രതികാരം തോന്നാൻ കാരണം എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ മനോഹരമായ ഒരു ഗ്രാമമാണ് കാണിക്കുന്നത്. ആ ഗ്രാമത്തില് പാല് വിൽക്കുന്ന ആളിന്റെ മകൾ അന്നേ ദിവസം അച്ഛനെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് പാല് വിൽക്കുവാനായി പോയി. പക്ഷേ പാലെല്ലാം വിറ്റ് കഴിഞ്ഞതും ഒരുപാട് ലേറ്റായി പോയിരുന്നു. പെൺകുട്ടി വരുന്ന വഴിയിൽ വെച്ച് അച്ഛൻ അവളെ ഫോൺ വിളിക്കുന്നുണ്ട്. എവിടെയായി എന്ന് ചോദിക്കുമ്പോൾ തന്റെ വീടെത്താറായി എന്നും അവൾ മറുപടി പറയുന്നുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ അവളുടെ വണ്ടി ഓഫായി പോകുന്നു. എന്നാൽ അവളുടെ പിന്നിലായിട്ട് എന്തോ ഒരു അമാനുഷിക സൗണ്ടൊക്കെ കേൾക്കുകയാണ്. അവൾ പേടിച്ച് തിരിഞ്ഞു നോക്കും. അതേസമയം തന്നെയായിരുന്നു അവളുടെ വണ്ടി സ്റ്റാർട്ടാകുന്നതും. അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു എന്ന മട്ടില് അവൾ വണ്ടി എടുക്കുവാനായി പോകുന്ന സമയം തന്നെയായിരുന്നു അവളുടെ പിന്നിലായിട്ട് കുരങ്ങിന്റെ മാസ്കൊക്കെ ധരിച്ചൊരാൾ വരികയും ഇരുമ്പ് കമ്പി കൊണ്ട് അവളുടെ തലക്കടിച്ച് വീഴ്ത്തുന്നതും. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കഥാനായകനായ കാശിയുടെ വീടാണ് കാണിക്കുന്നത്. കാശിക്ക് അച്ഛനും അമ്മയും ഇല്ലാത്തത് കൊണ്ട് തന്നെ സഹോദരിക്കൊപ്പമാണ് താമസിക്കുന്നതും. സഹോദരിക്ക് ഭർത്താവും ഒരു മകളുമുണ്ട്. മകളുടെ പേരാണ് കീർത്തി. എന്നാൽ സഹോദരിയുടെ ഭർത്താവാണെങ്കിൽ എപ്പോഴും വെള്ളം അടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം കള്ള് കുടിക്കും. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ആഹാരത്തിനും അയാൾ കള്ളാണ് കുടിക്കുന്നത്. പൈസ കൊടുക്കുന്നതോ ഈ കാശിയുമാ. കാശിക്കാണെങ്കിൽ എപ്പോൾ തന്റെ അളിയൻ വന്ന് കാശ് ചോദിച്ചാലും വല്ലാത്ത സഹതാപം തോന്നിയാണ് പണം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചേച്ചി അവനെ ഒരുപാട് വഴക്ക് പറയും. നീ കാശ് കൊടുക്കുന്നത് കൊണ്ടാ അയാൾ ഇങ്ങനെ കുടിച്ചു നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ചേച്ചി അവനെ വഴക്ക് പറയുന്നുണ്ട്. കാശി ആളൊരു പാവമാ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതും. കാശിയുടെ ചേച്ചിയുടെ മകളായ കീർത്തിയെ അന്നേ ദിവസം കോളേജിൽ കൊണ്ടുവന്ന് വിടുന്നതും കാശിയായിരുന്നു. എന്നാൽ കീർത്തി പഠിക്കുന്ന കോളേജിൽ അബി എന്നൊരു പയ്യനുണ്ട്. ഈ അബി MLA മകനാണ്. അതുകൊണ്ട് തന്നെ അബിക്ക് ഏത് പെൺകുട്ടിയെ ഇഷ്ടമായാലും അവരെ വിളിച്ചുകൊണ്ടുപോയി ബലമായിട്ട് റൊമാൻസ് ചെയ്യും. എന്നിട്ട് ആ പെൺകുട്ടിയെ വിരട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യം പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് നിനക്കറിയാമല്ലോ. ഞാൻ MLA മകനാണ്. നിനക്കതിനുള്ള പണി ഞാൻ തരുമെന്ന് പറഞ്ഞ് പെൺകുട്ടികളെയൊക്കെ വിരട്ടാറാണ് ചെയ്യുന്നത്. അവനെക്കുറിച്ച് ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്താലോ ആ പയ്യന്മാരേക്ക് പോയി തല്ലും. അവനെതിരെ ഒരു പയ്യൻ കംപ്ലൈന്റ് കൊടുത്തതറിഞ്ഞ് കാശിയവനെ ഒരുപാട് തല്ലുകയും എൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞ് വിരട്ടുകയാണ് ചെയ്യുന്നത്. MLA ആണ് തൻ്റെ അച്ഛൻ എന്നതുകൊണ്ട് തന്നെ ആ ഒരു പേരിലാണ് അവൻ കോളേജിൽ വിലസി നടക്കുന്നതും. ആരെന്ത് പറഞ്ഞാലും അബി കേൾക്കത്തേയില്ല. അവൻ അവന്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആരും അവനെ തടയാനും പോകത്തില്ല. എന്നാൽ ഈ അബിക്ക് കീർത്തിയെ ഇഷ്ടമാണ്. കീർത്തിയും കൂട്ടുകാരിയെ ദിവ്യയും കൂടി നടന്നു വരുന്ന സമയത്ത് ദിവ്യയെ മാറ്റി നിർത്തിയിട്ട് അബി പറയുന്നുണ്ട്, അവളെ എനിക്ക് ഇഷ്ടമാണ്. നീ ആ ഒരു കാര്യം എന്താ അവളോട് പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ അവളോട് പ്രണയത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കത് ഇഷ്ടമാകില്ല. ഞാൻ പലപ്പോഴും പറയുവാനേ ശ്രമിക്കുമ്പോഴും അവൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ അബിയോട് കീർത്തിയുടെ കൂട്ടുകാരിയെ ദിവ്യ പറയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് കാശി സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. കാശി വർക്ക് ചെയ്യുന്ന അതേ സ്റ്റേഷനിലെ മഹതി എന്ന വനിതാ കോൺസ്റ്റബിളിന് കാശിയെ ഒരുപാട് ഇഷ്ടമാണ്. പ്രണയത്തോടു കൂടിയാണ് അവനെ നോക്കുന്നത് പോലും. ഈ ഒരു കാര്യമെല്ലാം കാശിക്ക് അറിയാമെങ്കിലും കാശി മൈൻഡ് ചെയ്യത്തേയില്ല. എന്നാൽ അതേ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ആണെങ്കിലോ സ്ത്രീകളെയൊക്കെ മോശമായ രീതിയിലാണ് നോക്കുന്നത്. എപ്പോൾ മഹതി ഇൻസ്പെക്ടറിന്റെ ക്യാബിനിലേക്ക് ചെന്നാലും മഹതിയെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ നോക്കുന്നുണ്ട്. അത് മഹതിക്ക് നന്നായിട്ട് അറിയാം. സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന വനിതാ ഉദ്യോഗസ്ഥരെ മാത്രമല്ല ഇൻസ്പെക്ടർ ഇങ്ങനെ നോക്കുന്നത്. പരാതി കൊടുക്കുവാനായിട്ട് ഏത് സ്ത്രീകൾ വന്നാലും ഇൻസ്പെക്ടർ ഇങ്ങനെ തന്നെ അവരെ നോക്കുന്നതും. ഈ ഒരു കാര്യമൊക്കെ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അതേസമയം തന്നെ കാശിക്കടുത്തേക്ക് കാശിയോട് ഏറ്റവും കൂട്ടുള്ളൊരു കോൺസ്റ്റബിൾ വരികയാണ്. മഹതി നിന്നെ നോക്കുന്നതൊക്കെ പ്രണയത്തോടു കൂടിയാണല്ലോ. അവൾക്ക് നിന്നെ ഇഷ്ടമാ. ആ ഒരു കാര്യം നിനക്കറിയുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാം, പക്ഷേ ഞാനത് മൈൻഡ് ചെയ്യാത്തതാ. എൻ്റെ ജോലിയിൽ മാത്രമേ ഞാൻ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നും കാശി പറയുന്നു. അവളൊരു പാവമല്ലേ, നിനക്കവളെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കവളെ ഒരുപാട് ഇഷ്ടമാണ്.
പക്ഷേ ഞാനതൊന്നും അവളോട് തുറന്ന് കാണിക്കില്ല എന്നും കാശി പറയുന്നു. എന്നാൽ കാശി സംസാരിക്കുന്നതെല്ലാം അവിടെ ജനലിന്റെ വശത്ത് നിന്ന് മറഞ്ഞു നിന്ന് കേൾക്കുകയായിരുന്നു മഹതി. അവൾക്ക് കാശിയുടെ വായിൽ നിന്നും അങ്ങനെ കേട്ടതോടുകൂടി ഒരുപാട് സന്തോഷമാകും. അതിനുശേഷം അബിയുടെ വീടാണ് കാണിക്കുന്നത്, അതായത് MLA വീട്. MLA പോലീസ് ഇൻസ്പെക്ടറിനോട് തന്റെ മകന്റെ പിറന്നാൾ ആഘോഷം നടക്കുവാനായി പോവുക, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്യണം, വമ്പൻ ടീമുകളൊക്കെ വരുന്നതാണെന്ന് പറഞ്ഞ് കുറച്ച് കാശും ഏൽപ്പിക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അബിയുടെ പിറന്നാൾ ദിവസം കുറച്ച് ഇല്ലീഗലായിട്ടുള്ള പരിപാടിയൊക്കെ നടക്കുകയാണ്, അതിന് പോലീസിൻ്റെതായിട്ടുള്ള എല്ലാ സപ്പോർട്ടും വേണമെന്നുള്ള രീതിയിലാണ് കാശും കൊടുക്കുന്നതും. ആ കാശും വാങ്ങി ഇൻസ്പെക്ടർ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം സ്റ്റേഷനിലേക്കാണ് എത്തുന്നത്. അതേ സമയം തന്നെയായിരുന്നു പരാതി കൊടുക്കുവാനായിട്ട് അവിടേക്ക് ഒരു അച്ഛനും മകളും വരുന്നത്. ആ അച്ഛൻ്റെ മൂത്ത മകളെ കാണാനില്ല എന്ന്. തലേ ദിവസം പാല് വിൽക്കുവാനായി പോയതാ, പക്ഷേ ഇത്രയും നേരമായിട്ടും വീട്ടിൽ വന്നില്ല എന്നും അച്ഛൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. ഈ കുട്ടിയാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചതും. അച്ഛൻ്റെ കരച്ചിൽ കണ്ട് കാശിക്കും ഒരുപാട് സങ്കടം വരും. എന്നാൽ ഇൻസ്പെക്ടർ ആണെങ്കിൽ വിശദമായിട്ട് അന്വേഷിക്കുകയാണ്. നിന്റെ ചേച്ചി എന്തിനു പഠിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ ചേച്ചി കോളേജിൽ പഠിക്കുകയാണെന്നാണ് അനുജത്തിയുടെ മറുപടി. അച്ഛനെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പാല് വിൽക്കാൻ പോകാറുണ്ട്. പക്ഷേ ഇന്നലെ ഒരുപാട് ലേറ്റായി പോയി. ഇതുവരെയായിട്ടും ചേച്ചി തിരികെ വന്നില്ല. ഫോൺ വിളിച്ചപ്പോൾ ദേ വരുന്നു എന്നാണ് പറഞ്ഞതെന്നും അനുജിത്തി പറയുന്നു. എന്നാൽ അത് കേട്ട് ഇൻസ്പെക്ടർ പറയുന്നതോ, കോളേജിൽ പഠിക്കുന്ന കുട്ടിയല്ലേ, ആരുമായിട്ടെങ്കിലും പ്രണയബന്ധം വല്ലതും കാണും, ആ പയ്യനുമായിട്ട് ഒളിച്ചോടി പോയി കാണുമെന്നും പോലീസ് ഇൻസ്പെക്ടർ ഒരു ദയവുമില്ലാതെ പറയുന്നു. അത് കേട്ട് അച്ഛൻ ഒരുപാട് സങ്കടമാകും. എൻ്റെ മകൾക്ക് അങ്ങനെ ഒരു പ്രണയബന്ധമേ ഇല്ല, അവൾ ആരെയും കൂടെ അങ്ങനെ പോകുന്ന ആളുമല്ല എന്നും പറഞ്ഞ് അച്ഛൻ കരയുകയാണ്. എന്നാൽ ഇൻസ്പെക്ടർ ആണെങ്കിലോ കേസ് എടുക്കുവാൻ പോലും കൂട്ടാക്കുന്നതേയില്ല. ആ കുട്ടി ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോയതാണെന്നും പറഞ്ഞ് കേസെടുക്കാതെ അവിടെ നിന്ന് പോവുകയാണ് ഇൻസ്പെക്ടർ. എന്നാൽ കാശിക്ക് സങ്കടം സഹിക്കാനാകാതെ അച്ഛനെ ഒരുപാട് സമാധാനിപ്പിക്കുവാനായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നതോ, ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമെന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ ഓടി വരുന്നത് ഞങ്ങൾ സ്റ്റേഷനിലേക്കാ. എന്നാൽ സ്റ്റേഷനിലുള്ളവർ ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെ പോകാനാ? ഒരു കാര്യം മനസ്സിലായി, എന്ത് പ്രശ്നമുണ്ടായാലും പോലീസ് സ്റ്റേഷനിലേക്ക് മാത്രം വരരുതെന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ നിന്നും തൻ്റെ മകളെയും കൂട്ടി സങ്കടപ്പെട്ട് ഇറങ്ങിപ്പോവുകയാണ്. ഇത് കാശിക്ക് സഹിക്കാനായില്ല. വീട്ടിലെത്തിയ കാശിയാണെങ്കിൽ തന്റെ വീട്ടുകാരോട് ഈ ഒരു കാര്യമൊക്കെ പറയുന്ന സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന കീർത്തി കേസ് രജിസ്റ്റർ ചെയ്ത് സ്വന്തമായിട്ട് അങ്ങ് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ എന്തായാലും കുറച്ചുനാൾ കൂടി കഴിഞ്ഞാൽ താൻ പ്രൊമോഷനാവും. അപ്പോൾ എന്തായാലും ആരെങ്കിലും ഇതുപോലെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ താൻ അവരെ ഒരിക്കലും സങ്കടപ്പെടുത്തി പറഞ്ഞു വിടില്ല എന്നും കാശി പറയുന്നുണ്ട്. അടുത്ത ദിവസം വീടിന് മുന്നിലായിട്ട് ഒരു സ്കൂട്ടി ഇരിക്കുകയാണ്. കീർത്തി പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുന്ന സമയത്ത് സ്കൂട്ടി കണ്ടതും അവൾ ഞെട്ടിപ്പോകുന്നു. ഇത് എനിക്കുള്ളതാണോ എന്ന് കാശിയോട് ചോദിക്കുമ്പോൾ അതേ എന്നവൻ മറുപടി പറയും. കീർത്തിക്ക് വേണ്ടിയിട്ട് അവൻ ഗിഫ്റ്റ് കൊടുക്കുന്ന സ്കൂട്ടിയായിരുന്നു അത്. കാരണം കീർത്തിയെ കാശിക്ക് ഒരുപാട് ഇഷ്ടമാ. സ്വന്തം മകളെ പോലെയാണ് കീർത്തിയെ കാശി വളർത്തുന്നതും. അതിനുശേഷം സാധനം വാങ്ങുവാനായിട്ട് കീർത്തിയും കൂട്ടി മാർക്കറ്റിലേക്ക് പോവുകയായിരുന്നു കാശി. എന്നാൽ മാർക്കറ്റിലേക്ക് ഇൻസ്പെക്ടർ വരുന്നുണ്ട്. ഇൻസ്പെക്ടർ കീർത്തിയെ കണ്ടതും ഇതാരാണെന്ന് കാശിയോട് ചോദിക്കുന്നു. തൻ്റെ ചേച്ചിയുടെ മകളാണെന്നും കാശി മറുപടി പറയും. എന്നാൽ ഇൻസ്പെക്ടർ ആണെങ്കിലോ കീർത്തിയെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് നോക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ടെന്നും വല്ലാതൊരു അർത്ഥം വെച്ചാണ് സംസാരിക്കുന്നതും. അതെല്ലാം കാശിക്ക് മനസ്സിലാകും. എന്നാൽ മറ്റൊരു വശത്ത് MLA തന്റെ മകനായ അബിയോട് സംസാരിക്കുകയാണ്. അടുത്ത ഇലക്ഷന് നിന്നെ നിർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ എല്ലാവരോടും നല്ല മാന്യമായിട്ടൊക്കെ പെരുമാറണമെന്നും അബിയോട് അച്ഛൻ പറയുന്നു. മാത്രവുമല്ല, നിന്റെ ബർത്ത്ഡേ പാർട്ടി നടത്തുവാനായി പോവുകയല്ലേ, നിന്റെ കൂട്ടുകാരെ എല്ലാവരെയും ക്ഷണിക്കണം, അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഈ പാർട്ടിയിൽ കാണുമെന്നും അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ കോളേജിലേക്ക് എത്തിയ അബിയാണെങ്കിൽ തൻ്റെ ക്ലാസ്സിലെ കുട്ടികളെയെല്ലാം പാർട്ടിയിലേക്കും ക്ഷണിക്കുന്നു. മാത്രമല്ല ഒരു കാര്യം കൂടി എടുത്തു പറയുകയാണ്, നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതെല്ലാം പാർട്ടിയിൽ കാണുമെന്ന്. അത് പറഞ്ഞത് കേട്ടതും കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകും. അബി കീർത്തിയുടെ കൂട്ടുകാരിയെ ദിവ്യയെ കണ്ടിട്ട് കീർത്തിയും പാർട്ടിയിലേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്നും അവൻ പ്രത്യേകം പറയും. എന്നാൽ അവൾ അങ്ങനെ പാർട്ടിക്കൊന്നും പോകുന്ന ആളല്ല, നോക്കട്ടെ പറ്റുമെങ്കിൽ കൂട്ടിക്കൊണ്ട് വരാമെന്നും ദിവ്യയും പറയുന്നു. അങ്ങനെ അബിയുടെ ബർത്ത്ഡേ പാർട്ടി ദിവസം എത്തി. പാർട്ടിയിൽ പങ്കെടുക്കുവാനായിട്ട് ഒരുവിധം വമ്പൻ ടീമുകൾ എല്ലാവരും എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുവാനായിട്ടും പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്, ഒപ്പം കാശിയുമുണ്ട്. പാർട്ടിയിൽ പങ്കെടുക്കുവാനായിട്ട് കീർത്തിയും കൂട്ടുകാരിയെ ദിവ്യയും എത്തുന്നുണ്ട്. തൻ്റെ മാമനെ കണ്ടതും മാമൻ്റെ അടുത്തേക്ക് സംസാരിക്കുവാനായിട്ട് കീർത്തി എത്തും. തൻ്റെ ക്ലാസ്മേറ്റാണ് അബി, അവൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഞങ്ങളെയും ക്ഷണിച്ചു, അതുകൊണ്ടാണ് വന്നതെന്നും കീർത്തി പറയുന്നു. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് അധിക നേരമൊന്നും നിൽക്കാതെ എത്രയും വേഗം വീട്ടിൽ പോകണമെന്നും പ്രത്യേകം കാശി പറയുന്നുണ്ട്. അവൾ സമ്മതിച്ചും കൊണ്ട് അകത്തേക്ക് കയറിപ്പോകും. അങ്ങനെ ഇവിടെ പാർട്ടി നടക്കുകയാണ്. വമ്പൻ ടീമുകളൊക്കെ എത്തുന്നുണ്ട്. അവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു.
എന്നാൽ അതേസമയം അഭിയാണെങ്കിൽ തന്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം റൂമൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടേക്ക് കീർത്തിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. കീർത്തിയാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൾക്ക് വേണ്ടി മാത്രമായിരിക്കും ആ റൂം ഉണ്ടായിരിക്കുക എന്ന്. എന്നാൽ അകത്തേക്ക് കൊണ്ടുചെന്ന ഉടനെ തന്നെ അഭി അവളെ ബലമായിട്ട് അവളോട് റൊമാൻസ് ചെയ്യുവാനേയും തുടങ്ങുന്നു. ദേഷ്യമെന്ന കീർത്തിയാണെങ്കിൽ അഭിക്കിട്ടൊന്ന് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. എന്നാൽ അഭിക്ക് വല്ലാതെ ദേഷ്യമാകും. തന്റെ കൂട്ടുകാരനടുത്തെത്തിയിട്ട് കീർത്തി ചെയ്ത കാര്യമൊക്കെ അവൻ പറയുന്നുമുണ്ട്. കീർത്തിയാണെങ്കിലോ ദിവ്യയ്ക്കൊപ്പം ദിവ്യയുടെ സ്കൂട്ടിയിലാണ് വീട്ടിലേക്ക് പോകുന്നതും. പോകുന്ന വഴിയിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം കീർത്തി ദിവ്യയോട് പറയുന്നുണ്ട്. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു അഭിക്ക് ഈഗോ ഹർട്ടാകുന്നതും. കീർത്തി ഇപ്പോൾ പോയതല്ലേ ഉള്ളൂ, ഇതിനുള്ള പണി എനിക്ക് അവൾക്ക് കൊടുക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനവും കാണില്ല എന്നും അഭി തന്റെ കൂട്ടുകാരനോട് പറയുന്നു. അതേസമയം സ്കൂട്ടിയിൽ പോകുന്ന വഴിയിൽ തന്റെ വീടെത്താറായതും കീർത്തി പകുതി വഴിയിൽ ഇറങ്ങി. കുറച്ചു ദൂരമല്ലേ ഉള്ളൂ, ഞാൻ നടന്നു പോകാം, നീ സേഫായിട്ട് പോകണമെന്നും പ്രത്യേകം ദിവ്യയോട് പറഞ്ഞു വിടുന്നു. അതിനുശേഷം കീർത്തി ഒറ്റയ്ക്കാണ് നടന്നു പോകുന്നതും. എന്നാൽ കുറച്ചു ദൂരം കഴിഞ്ഞതും അവളുടെ പിന്നിലായിട്ട് എന്തോ അമാനുഷിക ശക്തികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നു. അവൾ പേടിച്ച് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവൾക്ക് മുന്നിലേക്ക് മാസ്ക് ധരിച്ചൊരാൾ വന്നു നിൽക്കുകയാണ്. ആ സീൻ അവിടെ കട്ടായി. അടുത്ത ദിവസം മാസ്ക് ഒക്കെ ധരിച്ച ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടുകയാണ്. ആ ഒരു വിവരം പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് സ്റ്റേഷനിലേക്ക് പോകുവാനായി ഇറങ്ങുന്ന കാശിക്കടുത്തേക്ക് എത്തിയ ചേച്ചി ഇന്നലെ പാർട്ടി കഴിഞ്ഞ് കീർത്തി ഇതുവരെയും വീട്ടിലേക്ക് വന്നില്ല എന്ന് പറയുമ്പോഴോ കാശി ഉടനെ തന്നെ ദിവ്യയെ വിളിച്ച് അന്വേഷിക്കുന്നു. എന്നാൽ ദിവ്യയാണെങ്കിൽ പകുതി വഴിയിൽ വെച്ച് കീർത്തി ഇറങ്ങി. വീടിനടുത്തെത്തിയപ്പോൾ അവൾ നടന്നു പോകാമെന്നാ പറഞ്ഞത്, അതുകൊണ്ട് ഞാനും ഇങ്ങ് വന്നു, അവൾ ഇതുവരെ എത്തിയില്ലേ എന്ന് ചോദിക്കുന്നു. അത് കാരണം കാശിക്ക് ആകെ ടെൻഷനായി. അതേസമയം പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടിയ സ്ഥലത്തേക്ക് നാട്ടുകാരും പോലീസുകാരും മീഡിയക്കാരും എല്ലാവരും എത്തിയിട്ടുണ്ട്. മാസ്ക് മാറ്റി നോക്കുന്ന സമയത്താണ് എല്ലാവരും ഞെട്ടിപ്പോകുന്നത്. ആ പെൺകുട്ടി മറ്റാരുമല്ല, നമ്മുടെ കാശിയുടെ ചേച്ചിയുടെ മകളായ കീർത്തിയായിരുന്നു. വിവരമറിഞ്ഞ സംഭവ സ്ഥലത്തേക്ക് കാശിയും ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ഒക്കെ എത്തുന്നുണ്ട്. കീർത്തിയുടെ ഡെഡ് ബോഡി കണ്ട് അവർ പൊട്ടിക്കരയുകയാണ്. ആരാണിത് ചെയ്തതെന്ന് ആർക്കും തന്നെ അറിയത്തേയില്ല. അങ്ങനെ കീർത്തിയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിയുകയാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിനെ കാണുവാൻ വേണ്ടിയിട്ട് കാശിയും എത്തുന്നുണ്ട്. ഡോക്ടർ പറയുന്നതോ കൊലയാളി കീർത്തിയുടെ മുഖമാണ് വികൃതമാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യവും ഡോക്ടർ പറയുന്നു. അത് കേട്ട് സഹിക്കാനാകാതെ കാശി പുറത്തു വന്നിന്ന് പൊട്ടിക്കരയുകയാണ്. കീർത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ദിവ്യയോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അറിയുവാൻ കഴിഞ്ഞാലോ എന്ന് കരുതി ദിവ്യയോട് വന്ന് അന്വേഷിക്കുന്ന സമയത്താണ് അഭിയുമായിട്ട് കീർത്തിക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം അവൾ തുറന്നു പറയുന്നത്. മാത്രവുമല്ല ബർത്ത്ഡേ ദിവസം നടന്ന പ്രശ്നങ്ങളും അവൾ തുറന്നു പറയുകയാണ്. അതോടുകൂടി കാശിക്ക് അഭിയെ സംശയമുണ്ടാകുന്നു. നേരെ പോകുന്നത് MLA യുടെ വീട്ടിലേക്കാണ്. അഭിയെ ചോദ്യം ചെയ്യണമെന്ന് കാശി പറയുമ്പോഴോ MLA വല്ലാതെ ദേഷ്യം വരുന്നു. അങ്ങനെ MLA യും കാശിയും തമ്മിൽ അവിടെ വെച്ച് വലിയ വഴക്ക് തന്നെ നടക്കും. കോൺസ്റ്റബിൾ ആണ് കാശിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ കാശി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു നിൽക്കുന്ന സമയമായിരുന്നു മറ്റൊരു വശത്ത് വേസ്റ്റ് ഒക്കെ വരുന്നതിന് വേണ്ടിയിട്ട് ഒരു JCB വന്നത്. വേസ്റ്റ് എല്ലാം നീക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ ഡെഡ് ബോഡി കിട്ടുകയാണ്. ഉടനെ തന്നെ JCB ഡ്രൈവർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നു. ആ ഡെഡ് ബോഡിക്ക് ഒരു മാസ്കും ധരിപ്പിച്ചിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം അവിടെ എത്തി മാസ്ക് മാറ്റി നോക്കുന്ന സമയത്താണ് കഥയിലൊരു ട്വിസ്റ്റ്. എന്തെന്നാൽ കാശി അന്വേഷിച്ച് നടക്കുന്ന അഭിയില്ലേ, അഭിയുടെ ഡെഡ് ബോഡിയാണ് അവിടെ നിന്നും അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഈ വിവരം അറിയുന്ന കാശി ഞെട്ടിപ്പോവുകയാണ്. സംഭവ സ്ഥലത്തേക്ക് കാശിയും മറ്റു പോലീസുകാരും ഒക്കെ എത്തുന്നുണ്ട്. എന്നാൽ അവിടേക്ക് എത്തിയ MLA കാശിയോട് ഒരുപാട് ദേഷ്യപ്പെടുന്നു. നീയല്ല എന്റെ മകനെ കൊന്നത് എന്ന് പറഞ്ഞാണ് MLA ചൂടാകുന്നതും. എന്നാൽ ഈ ഒരു കാര്യമൊന്നും ഇൻസ്പെക്ടറിന് അറിയത്തില്ലല്ലോ. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഇൻസ്പെക്ടർ ചിന്തിച്ചു നിൽക്കുന്ന സമയത്താണ് MLA തന്റെ മകനെ ചോദ്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് കാശി വീട്ടിലേക്ക് വന്നിരുന്നു എന്ന കാര്യമൊക്കെ ഇൻസ്പെക്ടറിനോട് തുറന്നു പറയുന്നതും. സ്റ്റേഷനിലേക്ക് എത്തിയ ഇൻസ്പെക്ടർ ആണെങ്കിൽ കാശിയെ ഒരുപാട് വഴക്ക് പറയുന്നു. കീർത്തിയുടെ മരണത്തിലെ പ്രൈം സസ്പെക്ട് അഭി ആയതുകൊണ്ടാണ് താൻ അഭിയെ ചോദ്യം ചെയ്യണമെന്ന് കരുതിയതെന്നും കാശി പറയുമ്പോഴോ ഇൻസ്പെക്ടർ ഒരുപാട് ദേഷ്യപ്പെടുന്നു. ഒരുപാട് വഴക്ക് പറയുകയാണ്. എന്നാൽ മരിച്ചത് MLA യുടെ മകനല്ലേ, അതുകൊണ്ട് തന്നെ ഇൻസ്പെക്ടറിന് നല്ല പ്രഷർ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ കുറ്റവാളിയെ ഏറ്റവും വേഗം കണ്ടെത്തണമെന്നും ഇൻസ്പെക്ടർ തീരുമാനിക്കുന്നു. പോലീസുകാർ നേരെ പോകുന്നത് അഭിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അവിടെ എത്തുന്ന സമയത്താണ് അഭിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ശേഷം ആ പയ്യനും വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നുള്ള കാര്യം പോലീസുകാർ അറിയുന്നത്. എന്നാൽ മറ്റൊരു വശത്ത് കാശി നേരെ പോകുന്നത് അഭിയുടെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. ഡോക്ടറിനോട് അന്വേഷിക്കുന്ന സമയത്താണ് ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാശി അറിയുന്നത്. എന്തെന്നാൽ എങ്ങനെയാണോ കീർത്തിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അതേ പാറ്റേണിൽ തന്നെയാണ് അഭിയും കൊലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കീർത്തിയും അഭിയും കൊന്നിരിക്കുന്നത് ഒരേ ആളാണ്, അതും ഒരേ പാറ്റേണിൽ. ആരായിരിക്കാം ഇതിന് പിന്നിലെന്ന് കാശി ചിന്തിക്കുന്നു.
അതേ സമയത്തായിരുന്നു കോൺസ്റ്റബിൾ ഈ അബിയുടെ കൂട്ടുകാരാണെങ്കിൽ എപ്പോഴും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നത് ഒരു സ്ഥലത്തിരുന്നാണ്. അവൻ്റെ ഗ്യാങ് മുഴുവൻ ആ ഒരു പ്രത്യേക സ്ഥലത്ത് ഒത്തുകൂടാറുണ്ട്. അവിടേക്ക് പോയി അന്വേഷിച്ച് നോക്കിയാലോ അബിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും മിസ്സിങ്ങാ, അവനെ കണ്ടു കിട്ടിയാലോ എന്നും കോൺസ്റ്റബിൾ പറയുന്നു. അതനുസരിച്ച് കോൺസ്റ്റബിൾ പറഞ്ഞ ആ സ്ഥലത്തേക്ക് എത്തുകയാണ് കാശിയും ആ കോൺസ്റ്റബിളും. എന്നാൽ കാശിയെ കണ്ടതും അവിടെ ഉണ്ടായിരുന്ന പയ്യന്മാരൊക്കെ ഇറങ്ങി ഓടുവാനായും ശ്രമിക്കും. ആ കൂട്ടത്തിൽ അബിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമുണ്ടായിരുന്നു. അവനെ പിടികൂടുവാനായി ചെല്ലുന്ന കാശിയെ അവൻ ഒരുപാട് ഉപദ്രവിക്കുന്നു. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലെടുത്ത് കാശിയുടെ തലക്കടിച്ചിട്ടാണ് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതും. കോൺസ്റ്റബിളും പിന്നെ കാശിയുടെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ആ ഒരു വനിതാ കോൺസ്റ്റബിളും ചേർന്നാണ് കാശിയെ വീട്ടിലേക്ക് എത്തിക്കുന്നതും. എന്നാൽ അതേസമയം തന്നെ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, ഇത്രയും ക്രൂരമായിട്ട് ആക്രമിച്ചിട്ട് അവൻ രക്ഷപ്പെടണമെങ്കിൽ ഇതിനെല്ലാം പിന്നിൽ അവൻ തന്നെയായിരിക്കും. അവനെ എത്രയും വേഗം കണ്ടെത്തണമെന്നും കാശിയും കോൺസ്റ്റബിളും തീരുമാനിക്കുന്നു. അടുത്ത ദിവസം ആ ഗ്രാമത്തിൽ അടുത്തൊരു ഡെഡ് ബോഡി കണ്ടു കിട്ടുകയാണ്. അത് യഥാർത്ഥത്തിൽ അബിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതായിരുന്നു. ആ ഒരു വിവരം അറിയുന്നതും പോലീസുകാർ ഞെട്ടിപ്പോകുന്നു. അങ്ങനെ ഡെഡ് ബോഡിയാണെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിനും അയക്കുകയാണ്. എങ്ങനെയാണോ ഇവർ രണ്ടുപേരും കൊല ചെയ്യപ്പെട്ടത് അതുപോലെ തന്നെയാണ് ആ പയ്യനും കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു വശത്ത് കാശിയും കോൺസ്റ്റബിളും മഹദിയും ഒക്കെ ഇരുന്ന് ഈ ഒരു കാര്യം ചർച്ച ചെയ്യുകയാണ്. മഹദി പറയുന്നത്, ഇത്രയും നടന്ന കൊലപാതകങ്ങൾ വെച്ചിട്ട് നമ്മൾ ആരെയാണോ പ്രൈം സസ്പെക്റ്റ് ആയിട്ട് കരുതുന്നത് അവരൊക്കെയല്ലേ കൊല ചെയ്യപ്പെടുന്നത്. ഒന്നുകിൽ ഇതിന് പിന്നിൽ ഒരാളോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ കാണുമെന്ന് മഹദി പറയുമ്പോൾ അതിന് മറുപടിയായിട്ട് കാശി പറയുന്നതോ, ഇപ്പോൾ നടന്ന ഈ 3 കൊലപാതകങ്ങൾ വെച്ച് ഈ 3 പേർക്കും കണക്ഷനുണ്ട്. ഇവർ 3 പേരും ഒരേ കോളേജിൽ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്. ഇനി അടുത്തതായി നടക്കാൻ പോകുന്നത് ഈ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന അടുത്ത ആളുടെ കൊലപാതകമായിരിക്കാം. ഒന്നുകിൽ അത് കീർത്തിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ദിവ്യയായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം. ദിവ്യയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നും കാശി പറയുന്നു. എന്നാൽ അടുത്ത ദിവസം രാത്രി മഹദി ഒരു കാഴ്ച കാണുകയാണ്. ഡെഡ് ബോഡികളെ കണ്ടെത്തിയിരുന്ന അതേ മാസ്കും ധരിച്ചും കൊണ്ട് ഒരാൾ നടന്നു പോകുന്നത് മഹദി കാണുന്നു. ആ ഒരു വിവരം മഹദി കാശിയെ അറിയിക്കുകയാണ്. അടുത്ത ഇരയെ തപ്പി പോകുന്നതായിരിക്കാം, അയാളെ ഫോളോ ചെയ്യണമെന്നും പ്രത്യേകം മഹദിയോട് കാശി പറയുന്നു. അങ്ങനെ കാശി അവിടേക്ക് എത്തുകയാണ്. കാശി അയാളെ ഓടിച്ചിട്ട് പിടിക്കുവാനായും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അയാളോട് ചോളക്കാട്ടിലേക്ക് കയറും. എന്നാൽ ആ ചോളക്കാട്ടിൽ ഒരുപാട് മാസ്ക് ധരിച്ചവരുണ്ടായിരുന്നു. അവരെല്ലാവരും ചേർന്ന് കാശിയെ തല്ലുകയാണ്. കാശിയും അവരെ തിരിച്ചു തല്ലുന്നുണ്ട്. എന്നാൽ ഒടുവിൽ ആ മാസ്ക് ധരിച്ച ഒരൊറ്റൊരാളിലെ അയാളെ ഓടിച്ചിട്ട് പിടികൂടി സ്റ്റേഷനിലേക്കും കൊണ്ടുവരുന്നുണ്ട്. അയാളെ തല്ലി ചോദ്യം ചെയ്യുന്ന സമയത്താണ് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടേക്ക് വന്നിട്ട്, എന്തിനാ ഇയാളെ തല്ലി ചതിക്കുന്നത്, അയാൾ ചത്തുപോകും, ഇയാൾ മാസ്കും ധരിച്ച് നടന്നു എന്നുള്ള കാര്യം കാശി പറയുമ്പോഴോ, ഇയാളൊരു പാവമാ, ആര് കാശ് കൊടുത്തിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും അത് ചെയ്യുന്ന ആളാണെന്നുള്ള കാര്യം പോലീസ് ഇൻസ്പെക്ടർ പറയുന്നു. അതിൽ നിന്നും കാശിക്കൊരു കാര്യം മനസ്സിലായി. യഥാർത്ഥ കൊലയാളി എവിടെയോ മറഞ്ഞിരുന്നിട്ട് ഈ പാവപ്പെട്ട മനുഷ്യന്റെ കയ്യിൽ മാസ്ക് ഏൽപ്പിച്ചിട്ട് അയാളോട് മാസ്കും ധരിച്ച് നടക്കാൻ പറഞ്ഞതാ. അതായത് കാശിയും കൂട്ടരെയും ഈ ഒരു കേസിൽ നിന്നും എങ്ങനെയെങ്കിലും ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള കില്ലറിന്റെ പ്ലാനായിരുന്നു അതെന്നുള്ള കാര്യവും കാശിക്ക് മനസ്സിലായി. അടുത്ത ദിവസം ആ ഗ്രാമത്തിലെ പുഴയിൽ നിന്നും ഒരു ഡെഡ് ബോഡി കൂടി കിട്ടുകയാണ്. അതൊരു പെൺകുട്ടിയുടേതായിരുന്നു. ഒരു സ്കൂട്ടറിൽ കെട്ടിവെച്ചിരുന്നത് പോലെയായിരുന്നു ഡെഡ് ബോഡി ഉണ്ടായിരുന്നതും. സിനിമയുടെ തുടക്കത്തിൽ പാല് വിൽക്കുവാനായിട്ട് പോകുന്ന ഒരു പെൺകുട്ടിയെ കാണിച്ചില്ലേ, അവളുടെ തലയിൽ ഒരാൾ ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ച് ബോധം കെടുത്തി കൊണ്ടുപോയ അതേ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി തന്നെയായിരുന്നു ഇപ്പോൾ പോലീസുകാർക്ക് കിട്ടിയിരിക്കുന്നത്. ഡെഡ് ബോഡിയും പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതുവരെയായിട്ട് നടന്ന കൊലപാതകങ്ങൾ എങ്ങനെയാണ് നടന്നത് അതേ പാറ്റേണിൽ തന്നെയാണ് കൊലപാതകവും നടന്നിരിക്കുന്നത്. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇവരെല്ലാവരും മരണപ്പെടുന്നതിന് മുൻപേ ആ പെൺകുട്ടി മരിച്ചിരിക്കുന്നു. അതായത് പോലീസുകാർക്ക് ഡെഡ് ബോഡി കിട്ടാൻ ഒരുപാട് ലേറ്റായി എന്ന് മാത്രം. കാശി അവിടെ നിന്ന് നേരെ എത്തുന്നത് മരണപ്പെട്ടു പോയ പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ്. പാൽക്കാരനാണെങ്കിലോ പോലീസുകാരെ വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ കാശിയോട് അവിടെ നിന്ന് പോകുവാനായി പറയും. എന്നാൽ പെൺകുട്ടിയുടെ അമ്മയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്താണ് തൻ്റെ മകൾ പാവമായിരുന്നു, ആരോടും ഒരു പ്രശ്നത്തിനും പോയിട്ടില്ല എന്നുള്ള കാര്യവും അമ്മ പറയുന്നത്. കീർത്തി, അബിയുടെ കൂട്ടുകാരൻ ഇവരെയൊക്കെ അറിയാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവരെയൊന്നും അറിയില്ല എന്നുള്ള കാര്യമാണ് അമ്മ പറയുന്നതും. അതേസമയം തന്നെയായിരുന്നു ആ പാൽക്കാരന്റെ മകളാണെങ്കിൽ ഭരതനാട്യം കളിക്കുന്നതിന്റെ ഫോട്ടോയൊക്കെ അവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കാശി കാണുന്നതും. മകൾ ഭരതനാട്യം കളിക്കുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അവൾ കളിക്കുമായിരുന്നു, അവളൊരു സ്ഥലത്ത് ഭരതനാട്യം പഠിക്കാൻ പോവുകയാണെന്നും അമ്മ പറയുന്നു. അങ്ങനെ കാശി അവിടെ നിന്ന് നേരെ പോകുന്നത് പാൽക്കാരന്റെ മകൾ ഭരതനാട്യം പഠിക്കുന്ന സ്ഥലത്തേക്കാണ്. ഡാൻസ് ടീച്ചർ പറയുന്നത്, മരിച്ചുപോയ പെൺകുട്ടിക്ക് സ്വപ്ന എന്നൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും നല്ല കൂട്ടായിരുന്നു. ആ സ്വപ്നയുടെ അച്ഛനും ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ള കാര്യവും ഡാൻസ് ടീച്ചർ വഴി കാശി അറിയും. ആരായിരിക്കാം ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെന്ന് കാശി ചിന്തിച്ചു നിൽക്കുന്ന സമയമായിരുന്നു കാശിക്കൊരു കോള് വരുന്നത്. എന്തെന്നാൽ കീർത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ദിവ്യയെ കാണാനില്ല എന്നുള്ള വാർത്തയായിരുന്നു കാശി അറിഞ്ഞതും. ദിവ്യയുടെ ഫോൺ ലൊക്കേഷൻ കണ്ടെത്തി അവിടേക്ക് പോകുന്ന സമയത്ത് അതൊരു ട്രാഫിക് സിഗ്നലായിരുന്നു കാണിച്ചിരുന്നതും. അവിടെ നിന്നും ദിവ്യയുടെ ഫോണും കിട്ടുന്നുണ്ട്.
അപ്പോൾ ഇവിടെ വെച്ചായിരിക്കാം കിഡ്നാപ്പർ ദിവ്യയെ തട്ടിക്കൊണ്ടു പോയത് എന്നുള്ള കാര്യവും കാശിക്ക് മനസ്സിലാകുന്നു. അതേ സമയം തന്നെയായിരുന്നു അവിടെ ഒരാൾ ഇരുന്ന് വെള്ളം കുടിക്കുകയും വെള്ളം താഴേക്ക് ഒഴിക്കുന്നതായിട്ടും കാശി കാണുന്നത്. അപ്പോൾ അവനൊരു കാര്യം ഓർമ്മ വരുന്നു. ആ പാല് വിൽക്കുവാനായി പോകുന്ന പെൺകുട്ടിയുടെ ഡെഡ് ബോഡി പുറത്തെടുത്ത സമയത്ത് അവളുടെ കയ്യിൽ നിന്നും ഒരു ചെയിൻ വെള്ളത്തിലേക്ക് വീഴുന്ന കാര്യം കാശി ശ്രദ്ധിച്ചിരുന്നു. ആ ഒരു ചെയിൻ എന്തായിരിക്കാം? പെൺകുട്ടിയുടെ അച്ഛനാണെങ്കിൽ അവളുടെ ദേഹത്തുണ്ടായിരുന്ന ആ ഒരു ഓർണമെന്റ്സ് എല്ലാം അതുപോലെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. പിന്നെ വെള്ളത്തിൽ പോയ ചെയിൻ എന്തായിരിക്കാമെന്ന് കാശി ചിന്തിക്കുന്നു. ഉടനെ തന്നെ അവിടേക്ക് എത്തിയിട്ട് ആ ഒരു പുഴയിലേക്ക് എടുത്ത് ചാടി എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് പുഴയിൽ നിന്നും ആ ഒരു ചെയിൻ കണ്ടെത്തുകയാണ്. അതിലൊരു ലോക്കറ്റ് ഉണ്ടായിരുന്നു. ആ ലോക്കറ്റ് ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്താണ് അതിൽ രണ്ടുപേരുടെ ഫോട്ടോയുണ്ട്. ആ ഫോട്ടോ കണ്ടതും കാശി ഞെട്ടിപ്പോവുകയാണ്. ഒന്ന്, കാശിക്കൊപ്പം എപ്പോഴും നടക്കുന്ന കോൺസ്റ്റബിളിന്റെ ഫോട്ടോയായിരുന്നു അത്. ഉടനെ തന്നെ കാശി കോൺസ്റ്റബിളിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഇത്രയും നാള് കാശി അന്വേഷിച്ചു നടന്ന ആ ഒരു കില്ലർ മറ്റാരുമല്ല, കോൺസ്റ്റബിൾ തന്നെയാണ്. കോൺസ്റ്റബിളാണ് ദിവ്യയെ കടത്തിക്കൊണ്ടുപോയി അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. അടുത്തായി കൊല്ലുവാനായി പോകുന്നത് ദിവ്യയാണ്. എന്നാൽ അതിനു മുൻപ് കാശിയാണെങ്കിൽ കോൺസ്റ്റബിളിന്റെ വീട്ടിലേക്ക് എത്തുകയും കോൺസ്റ്റബിളിന്റെ ആ ഒരു ഒളിസങ്കേതം കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ കോൺസ്റ്റബിൾ ആണെങ്കിൽ കാശിയെ ഒരുപാട് ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ കാശി എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കും. ഈ കോൺസ്റ്റബിൾ മനഃപൂർവ്വമാണ് കാശിയെ കേസിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട ഒരാളിന്റെ കയ്യിൽ മുഖം മൂടി ഏൽപ്പിച്ച് കാശും കൊടുത്ത് അയാളെ കൊണ്ട് അങ്ങനെയൊക്കെ നടത്തിച്ചതും തന്റെ കൂട്ടാളികളെ കൊണ്ട് കാശിയെ തല്ലിച്ചതയ്ക്കുവാനായി ശ്രമിച്ചതും. എന്നാൽ ഒന്നും തന്നെ നടന്നില്ലല്ലോ. അവസാനം കാശി കറങ്ങിത്തിരിഞ്ഞ് യഥാർത്ഥ കുറ്റവാളിക്ക് മുന്നിൽ തന്നെ എത്തിയിരിക്കുകയാണ്. എന്നാൽ കോൺസ്റ്റബിൾ ഒരുപാട് കാശിയെ ഉപദ്രവിക്കുവാനായും ശ്രമിക്കുന്നുണ്ട്. അതേ സമയം തന്നെയായിരുന്നു ആ വീട്ടിലെ ഒരു റൂമിൽ നിന്നും ഒരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അവൾക്ക് എന്തൊക്കെയോ മാനസിക പ്രശ്നമുണ്ട്. സൈക്കോയെ പോലെയാണ് അവൾ പെരുമാറുന്നതും. അവൾ കാശിയെ ഉപദ്രവിക്കുവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ പേരാണ് സ്വപ്ന. സ്വപ്നയെക്കുറിച്ചാണ് ഡാൻസ് ടീച്ചർ പറഞ്ഞിരുന്നതും. അങ്ങനെ സ്വപ്നയാണെങ്കിലോ കാശിയെ ഒരുപാട് ഉപദ്രവിക്കുവാനായി ശ്രമിക്കുന്ന സമയത്ത് കാശിയും ആ പെൺകുട്ടിയെ തിരിച്ചുപദ്രവിക്കുന്നു. അത് കാണുന്ന കോൺസ്റ്റബിൾ, അങ്ങനെയൊന്നും ചെയ്യല്ലേ, അവൾ ചത്തുപോകും. അത് കേട്ട് കാശി പറയുന്നതോ, അപ്പോൾ നിങ്ങൾ ഒരുപാട് പേരെ കൊന്നതോ? എന്റെ ചേച്ചിയുടെ മകൾ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ അവളെ കൊന്നുകളഞ്ഞതെന്ന് ചോദിച്ച് കാശിയും കോൺസ്റ്റബിളിനോട് ദേഷ്യപ്പെടുന്നു. അപ്പോഴാണ് കോൺസ്റ്റബിൾ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നത്. കോൺസ്റ്റബിളിന്റെ മകളായിട്ടുള്ള സ്വപ്നയാണെങ്കിൽ ഇതുപോലൊന്നുമല്ലായിരുന്നു പണ്ട്. നല്ല പാവം കുട്ടിയായിരുന്നു. എല്ലാവരോടും നല്ല സ്നേഹമാണ്. അവൾ പഠിച്ചിരുന്നത് കീർത്തിയും ദിവ്യയും ഒക്കെ പഠിച്ചിരുന്ന അതേ കോളേജിൽ തന്നെയായിരുന്നു. സ്വപ്നയുടെ അതേ ക്ലാസ്സിൽ തന്നെയാണ് അഭി പഠിക്കുന്നതും. അഭി സ്വപ്നയെ പ്രപ്പോസ് ചെയ്യുന്നു. രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലാവുകയാണ്. എന്നാൽ അഭിയുടെ സ്വഭാവം എന്തെന്ന് സ്വപ്നയ്ക്ക് അറിയത്തില്ലല്ലോ. നമുക്ക് രണ്ടുപേർക്കും എത്രയും വേഗം കല്യാണം കഴിക്കാമെന്ന് അഭി പറയുന്നതൊക്കെ സ്വപ്ന വിശ്വസിച്ചു. എന്നാൽ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സ്വപ്നയുടെ മുഖത്ത് എന്തോ ഒരു മുഖക്കുരു പോലെ ഒരു സാധനം വന്ന് പൊട്ടുകയാണ്. അത് അവൾ ആദ്യം വിചാരിച്ചത് ചെറിയൊരു മുറിവായിരിക്കും, അങ്ങനെയാണ് അവൾ കരുതിയത്. എന്നാൽ ദിവസം കഴിയും തോറും ആ ഒരു മുറിവ് വലുതായി കൊണ്ടേയിരുന്നു. ഏകദേശം ആസിഡ് വീണ് പൊള്ളിയാൽ എങ്ങനെയാകും അതുപോലെ തന്നെ ആയി മാറുകയാണ്. ഡോക്ടറിനെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയുന്നതോ, ഈ ഒരു അസുഖത്തിന് ട്രീറ്റ്മെന്റോ മരുന്നോ ഒന്നും തന്നെയില്ല, ഇത് വ്യാപിച്ചുകൊണ്ടേയിരിക്കുമെന്നും ഡോക്ടർ പറയുന്നു. അത് കേട്ടതും സ്വപ്ന തകർന്നു പോവുകയാണ്. അവൾക്ക് പിന്നീട് കണ്ണാടിയിൽ പോലും മുഖം നോക്കുവാനും കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് അത്ര സങ്കടമായിരുന്നു. പലപ്പോഴും മുഖം മറച്ചാണ് ക്ലാസ്സിൽ പൊയ്ക്കൊണ്ടിരുന്നതും. സ്വപ്നയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരികളായിരുന്നു കീർത്തിയും ദിവ്യയും. എന്നാൽ അച്ഛൻ പറയുന്നത്, നീ എന്തിനാ ഇങ്ങനെ മുഖം മറച്ച് നടക്കുന്നത്? നീ ഇതുമായിട്ട് പൊരുത്തപ്പെട്ടേ പറ്റൂ. അതുകൊണ്ട് ഇനി മുതൽ നീ മുഖം മറച്ചുകൊണ്ട് കോളേജിൽ പോകണ്ട എന്നുള്ള കാര്യം അച്ഛൻ പറയുന്നു. അച്ഛൻ പറഞ്ഞതുകൊണ്ട് തന്നെ അവൾ മുഖം മറയ്ക്കാതെയാണ് കോളേജിലേക്ക് പോകുന്നതും. അച്ഛന്റെ സ്വപ്നയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് അച്ഛൻ എന്ത് പറഞ്ഞാലും സ്വപ്ന അനുസരിക്കും. മാത്രമല്ല അച്ഛനോട് അവൾക്ക് അത്രയും സ്നേഹമുള്ളത് കൊണ്ട് തന്നെ അവൾ ഒരു ചെയിൻ ഉണ്ടാക്കുകയാണ്. അതിൽ അച്ഛന്റെയും അവളുടെയും ഫോട്ടോ വെച്ചാണ് അവൾ ചെയിൻ ഉണ്ടാക്കിയിരിക്കുന്നതും. അങ്ങനെ അവൾ കോളേജിലേക്ക് എത്തുന്നു. എന്നാൽ അവളുടെ മുഖം കണ്ടതും അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയെ കീർത്തിയാണെങ്കിൽ തനിക്ക് വൊമിറ്റിംഗ് വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് മാറിപ്പോകുന്നത്. മാത്രവുമല്ല അബിക്കടുത്തേക്ക് എത്തുമ്പോഴും അബിയും അവളോട് അധികം മിണ്ടുവാനൊന്നും കൂട്ടാകുന്നതേയില്ല. തന്നെ വിവാഹം കഴിക്കാമെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, നീ നിന്റെ മുഖം എപ്പോഴെങ്കിലും കണ്ണാടിയിൽ നോക്കിയോ? ഇങ്ങനെയുള്ള നിന്നെ ഞാനെങ്ങനെ വിവാഹം കഴിക്കാനെന്ന് പറഞ്ഞ് അവളെ ഒഴിവാക്കിയാണ് പോകുന്നത്. കോളേജിലുള്ള ആരും തന്നെ അവളോട് മിണ്ടുവാനൊന്നും കൂട്ടാക്കുന്നില്ല. അവളോട് കൂട്ടുകൂടി നടന്നവർ തന്നെ അവളെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തതും. അതോടുകൂടി അവൾക്ക് ആ സങ്കടം സഹിക്കാനാകാതെ വീട്ടിൽ വന്നിരുന്നവൾ പൊട്ടിക്കരയുന്നു. അച്ഛനോടവൾ ഓരോന്നോരോന്നായി എണ്ണി പറയുകയാണ്. എന്നെ ഇങ്ങനെ ദ്രോഹിച്ചവരെയൊക്കെ കൊന്നാൽ മാത്രമേ ഞാൻ ആഹാരം പോലും കഴിക്കൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് അവൾ അച്ഛനെ
എന്നെ ഭീഷണിപ്പെടുത്തി. അങ്ങനെയാണ് കോൺസ്റ്റബിൾ അവൾക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരെയായിട്ട് കടത്തിക്കൊണ്ട് വരുവാനായും തുടങ്ങിയത്. ആദ്യമായിട്ട് കടത്തിക്കൊണ്ടുവന്നത് പാൽക്കാരന്റെ മകളാണ്. പാൽക്കാരന്റെ മകളും സ്വപ്നയും ഒരേ ഡാൻസ് സ്കൂളിലാണ് പഠിക്കുന്നതും. പാൽക്കാരന്റെ മകൾ സ്വപ്നയുടെ മുഖം ഇങ്ങനെ ആയതിൽ പിന്നെ സ്വപ്നയുമായിട്ട് കൂട്ടുകൂടാത്തത് കൊണ്ടാണ് ആദ്യം തന്നെ പാൽക്കാരന്റെ മകളെ കടത്തിക്കൊണ്ടുവന്നതും. കടത്തിക്കൊണ്ടുവരുന്നത് കോൺസ്റ്റബിൾ ആണെങ്കിലും പെൺകുട്ടിയെ ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞത് സ്വപ്നയാണ്. അവളുടെ മുഖമാണ് ആദ്യം തകർത്ത് നശിപ്പിച്ചു കളഞ്ഞതും. അതിനുശേഷമാണ് അവളെ ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകളഞ്ഞത്. പാൽക്കാരന്റെ മകൾ മരണപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് സ്വപ്ന ആഹാരം കഴിക്കുന്നതും. അങ്ങനെ ഓരോരുത്തരെയായിട്ട് കോൺസ്റ്റബിൾ കടത്തിക്കൊണ്ടുവന്നു. കീർത്തി, അത് കഴിഞ്ഞ് അബിയുടെ കൂട്ടുകാരൻ, അവസാനമായിട്ട് ദിവ്യ. ഓരോരുത്തരെയും കൊന്നു കഴിഞ്ഞിട്ടാണ് അവൾ വയറു നിറയെ ആഹാരം കഴിക്കുന്നതും. എന്നാൽ അവസാനമായിട്ട് ദിവ്യയല്ലേ ഉള്ളത്. ദിവ്യയെ കൂടി കൊന്നു കഴിഞ്ഞാൽ തന്റെ മകളുടെ പ്രതികാരം പൂർത്തിയാകും. അതിന് തന്നെ സമ്മതിക്കണമെന്ന് കോൺസ്റ്റബിൾ പറയും. എന്നാൽ കാശി അയാളെ ഒരുപാട് വഴക്ക് പറയുകയാണ്. തന്റെ മകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അവളെ മെന്റൽ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകേണ്ടത്, അല്ലാതെ അവൾക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരെ കൊല്ലുകയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വഴക്ക് പറയുകയും കോൺസ്റ്റബിളിനെ തല്ലുകയും ചെയ്യുന്നു. എന്നാൽ ഇത് കാണുന്ന സ്വപ്ന, കാശി ജീവനോടുകൂടി ഇരുന്നാൽ മാത്രമല്ലേ തങ്ങളെ പിടികൂടുകയുള്ളൂ, ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കാതിരിക്കൂ. അതുകൊണ്ട് തന്നെ കാശിയെ കൊല്ലണമെന്ന് തീരുമാനിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു വസ്തുവെടുത്ത് കാശിയെ കുത്തുവാനായി വരുന്നു. എന്നാൽ കാശി മാറുന്നതും കുത്തുകൊള്ളുന്നത് കോൺസ്റ്റബിളിനാണ്. ഏത് മകൾക്ക് വേണ്ടിയിട്ടാണോ താൻ ഇത്രയും ചെയ്തു കൂട്ടിയത്, അതേ മകളുടെ കൈകൊണ്ട് തന്നെ കോൺസ്റ്റബിളും മരണപ്പെടുന്നു. സ്വപ്നയെ അങ്ങനെ റെസ്ക്യൂ ചെയ്ത് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്. എന്നാൽ അവിടെ വെച്ച് ഞെട്ടിക്കുന്നൊരു കാര്യം സംഭവിച്ചു. എന്തെന്നാൽ സ്വപ്നയ്ക്ക് ഫുഡ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് സെല്ലിലേക്ക് ഒരു സ്ത്രീ ചെന്നിരുന്നു. എന്നാൽ അവരെ സ്വപ്ന ക്രൂരമായിട്ട് കൊലപ്പെടുത്തി. അതിനുശേഷമാണ് അവർ കൊണ്ടുവന്ന ഫുഡ് അവളെടുത്ത് കഴിക്കുന്നതും. എന്തെന്നാൽ ആരെങ്കിലും കൊലപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ തനിക്ക് ഫുഡ് കഴിക്കാനായിട്ട് കഴിയൂ എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് സ്വപ്ന. അങ്ങനെ അവൾ ഒരാളെ കൊന്നു എന്ന സംതൃപ്തിയിൽ ആഹാരമെടുത്ത് കഴിക്കുകയും നമ്മളെ നോക്കി പുഞ്ചിരിക്കുകയും ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.